ഇന്നത്തെ ലൈവിൽ അനുമോളുടെ ഇരട്ടത്താപ്പ് അക്ബർ പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയ സമയത്ത് ചോറ് ഒരുപാട് മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറ് മിച്ചം വന്നതുകൊണ്ട് ആ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ കറി അനുമോള് മനഃപൂർവ്വം മിച്ചം വെച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് ചോറ് മിച്ചം വന്നല്ലോ, അപ്പോൾ പിന്നീട് അത് ആരെങ്കിലും കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറി കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അതായത് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബാക്കി എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കേണ്ട കറിയാണ് അനുമോൾ എടുത്ത് മാറ്റി വെച്ചതെന്ന് പറഞ്ഞാൽ കൊടുത്തില്ല. അത് ഈ ചോറ് കഴിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ മനഃപൂർവ്വം കൊടുത്തില്ല. അപ്പോൾ ചോറ് അധികം എക്സ്ട്രാ മിച്ചം വന്നതുകൊണ്ടാണ് ആ കറി അങ്ങനെ മാറ്റി വെക്കേണ്ടി വന്നത്. അതാണ് അക്ബർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചോറ് കുറച്ച് മിച്ചം വെച്ചപ്പോൾ നീ അതെടുത്ത് ലാലേട്ടനെ വരെ കാണിച്ചു കൊടുത്തു. ഇപ്പം നീ തന്നെ ഇവിടെ ആവശ്യത്തിലധികം ചോറുണ്ടാക്കി വെച്ച് ദേ കുറേ മിച്ചം വെച്ചിരിക്കുന്നു. നീ കാണിക്കുന്ന ഇരട്ടത്താപ്പ് കാണിക്കല്ലേ അനു എന്ന് പറഞ്ഞ് അക്ബർ കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റ് അവിടെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അക്ബറൊക്കെ കുറേ അധികം ചോറുണ്ടാക്കിയപ്പോൾ അനുമോൾ പ്രശ്നമുണ്ടാക്കി. ഇത്തവണ അനുമോൾ കുറേ അധികം ചോറുണ്ടാക്കിയപ്പോൾ അക്ബറും പ്രശ്നമുണ്ടാക്കി. അനുമോൾക്ക് വേണമെങ്കിൽ അത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യായിരുന്നു. ആ കറി അങ്ങ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അനുമോൾ അവിടെ പിടിവാശി കാണിച്ചു നിന്നു. എന്തായാലും അവസാനം അനുമോൾ കൊതി കുത്തിയിട്ട് അവിടെ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഇനി കിച്ചണിൽ കയറത്തില്ല, ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കിച്ചൺ ഡ്യൂട്ടി അവസാനിപ്പിച്ച് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം ഓടി ഒളിക്കുന്ന ഒരു സ്വഭാവം അനുമോൾക്കുള്ളതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.